നമസ്കാരം. അർബുദം ബാധിച്ച് അവശനിലയിലായ യുവാവ് സൗദിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നു. കഴിഞ്ഞ 8 ദിവസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് യുവാവ് ജീവിക്കുന്നത്. വിദഗ്ധ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും ഇതിനുവേണ്ട 18 ലക്ഷം രൂപ കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് ഈ നിർധന കുടുംബം. അമ്പലപ്പുഴ കരൂർ കുട്ടൻതറ വീട്ടിൽ പരേതനായ ഗോപിയുടെയും ശോഭയുടെയും മകൻ രഞ്ജുമോനാണ് സൗദിയിൽ ദുരിതത്തിലായത്. ഗൾഫിലുള്ള അച്ഛൻ്റെ പതിവായുള്ള ഫോൺ വിളി എത്താതായതോടെ ആകെ സങ്കടത്തിലാണ് രഞ്ജുമോൻ്റെ 5 വയസ്സുള്ള ഏക മകൻ ഗോപികൃഷ്ണൻ. അച്ഛൻ ആശുപത്രിയിലാണെന്ന വിവരം മകനെ അറിയിച്ചിട്ടുമില്ല. കഴുത്തിലെ അർബുദം വഷളായതാണ് രഞ്ജുമോനെ അപകട നിലയിലാക്കിയത്. 5 കൊല്ലം മുൻപാണ് ഡ്രൈവർ ജോലിക്കായി സൗദിയിലെത്തിയത്. 2 വർഷത്തിനു ശേഷം തലവേദനയെ തുടർന്ന് അവിടെ ചികിത്സ തേടി. അപ്പോഴാണ് അർബുദം സ്ഥിരീകരിച്ചത്. മുഖത്തിൻ്റെ ഒരു വശത്തെ എല്ല് പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. തുടർന്ന് ചികിത്സയ്ക്കായി നാട്ടിലേക്ക് മടങ്ങി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ തലയ്ക്കും കഴുത്തിനും അർബുദബാധ കണ്ടെത്തി. തുടർന്ന് ശസ്ത്രക്രിയ നടത്തി. കടം വാങ്ങിയും മറ്റുള്ളവരുടെ സഹായത്തിലുമായിരുന്നു ചികിത്സ. 20 ലക്ഷത്തിലേറെ രൂപ ചെലവായി. ഈ കടം വീട്ടാൻ വേണ്ടി കൂടിയാണ് 8 മാസം മുൻപ് വീണ്ടും സൗദിയിലേക്ക് പോയത്. 1 മാസം മുൻപ് രക്തം ഛർദ്ദിച്ച് അവശതയിലായി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു പിന്നീട് ചികിത്സ. നില ഭേദപ്പെട്ടതോടെ വാർഡിലേക്ക് മാറ്റി. ഇതിനിടെ രഞ്ജുമോനെ നാട്ടിലെത്തിക്കാൻ സഹായം തേടി വീട്ടുകാർ ജനപ്രതിനിധികളടക്കമുള്ളവരെ സമീപിച്ചു. 8 ദിവസം മുൻപ് ആശുപത്രിയിൽ വെച്ച് രക്തം ഛർദ്ദിച്ച് അവശനിലയിലായതിനെ തുടർന്ന് രഞ്ജുമോനെ വീണ്ടും വെന്റിലേറ്ററിലാക്കിയായിരുന്നു. നില മെച്ചപ്പെടുമ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരണം. ആശുപത്രിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് 1000 കിലോമീറ്റർ ഉണ്ട്. ഡോക്ടറും നേഴ്സും ഒപ്പം ഉണ്ടാകണം. ഇതിനെല്ലാം കൂടി വേണ്ടിവരുന്ന ഭാരിച്ച ചെലവ് നിർധന കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതല്ല. ഭാര്യ ലിൻഡ തോമസും മകനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്നതാണ് രഞ്ജുമോൻ്റെ കുടുംബം.